ഇതിപ്പോൾ ഈ ഒരു പ്രശ്നം സർക്കാർ എന്താണ് ഈ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളത്? ഈ ട്രേഡ് യൂണിയനുകളെല്ലാം യോഗം ചേർന്ന് ലേബർ ഓഫീസിൽ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഈ മാനേജ്മെൻറ്റ് പൈസ കൊടുക്കാനുള്ളതാണ്, ഇന്നും ഇന്നലെയോ അല്ല. എത്രയോ വർഷങ്ങളായിട്ട് മാനേജ്മെൻറ്റ് തൊഴിലാളി ദ്രോഹ നടപടി നശീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറേ കാലങ്ങളായിട്ട് പലപ്പോഴും ഗവൺമെൻറ് തലത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കും, ചർച്ച ചെയ്യും, തീരുമാനം നടപ്പിലാക്കില്ല. അതാണ് അദ്ദേഹം മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഒരു പൊതു നിലപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മാനേജ്മെൻറ്റാണ് ഇവർക്ക് പൈസ കൊടുക്കേണ്ടത്. ഗവൺമെൻറ് ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. നേരത്തെ കെട്ടിവെക്കാൻ പൈസ പറഞ്ഞു, 26 കോടി രൂപ ചില്ലാനും കെട്ടിവെക്കാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ 17 കോടിയും കെട്ടിവെക്കാൻ പറഞ്ഞു. അതെല്ലാം ഗവൺമെൻറ് കോടതിയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടതിയിൽ തന്നെ ലേബർ കമ്മീഷനും കൂടെ ആവശ്യപ്പെട്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാനുള്ള കാര്യം കൂടെ അവിടെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അറിയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾക്ക് പൈസ കിട്ടണമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അവരുടെ ആനുകൂല്യം എത്ര വേഗം കൊടുക്കാൻ കഴിയുമോ അത്രയും വേഗം കൊടുക്കണം. അതിന് ഗവൺമെൻറ്റിനും അക്കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റും തൊഴിൽ വകുപ്പ് മന്ത്രിയും എല്ലാം മുൻകൈ എടുത്തിട്ടാണ് ഈ യോഗം തന്നെ ചേർന്നതെന്നുള്ള കാര്യം സംശയമില്ല. ആദ്യം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗം അവരുടെ സൗകര്യാർത്ഥം ഇങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് തൊഴിലാളികളുടെ കൂടെയാണ്. ഇത് രണ്ടും രണ്ട് വിഷയമാണ്. ഭൂമി ഏറ്റെടുക്കൽ വിഷയം ഒന്ന് വേറെയാണ്, തൊഴിലാളികളുടെ വിഷയം ഒന്ന് വേറെയാണ്. പക്ഷേ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയല്ല നമ്മൾ കാണേണ്ടത്. വീട് പണി നടക്കണം, അക്കാര്യത്തിൽ യാതൊരു തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. തൊഴിലാളികൾ കിട്ടുന്ന ആനുകൂല്യം എത്രയും വേഗം കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനാണ്, ഗവൺമെൻറ്റിനല്ല. ഗവൺമെൻറ്റിന് മാനേജ്മെൻറ്റിന് പൈസ കൈമാറാനേ കഴിയും. അപ്പോൾ തൊഴിലാളികളുടെയും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉറപ്പുണ്ടാക്കുക എന്നുള്ള ഒരു ചുമതല രാഷ്ട്രീയ നേതാക്കളുടെയും അഭിപ്രായം. CK ശശീന്ദ്രൻ CPIM നേതാവ്, മുൻ MLA ആണ് സംസാരിച്ചത് കമലിനോട്.